സാദുദ്ദീൻ, സ്ഥലം പയ്യനടം. പിന്നെ നമ്മൾ പരിശുദ്ധമായ ഖുർആനിൽ മൂസാ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇവരുടെ എല്ലാം ചരിത്രങ്ങളാണ് ഖുർആനിലൂടെ പറയുന്നത്, കഥകൾ. അതേമാതിരി തന്നെ നമ്മൾ പരിശുദ്ധമായ മങ്കൂസ് മൗലിദ് ഓതുമ്പോഴും ഷറഫുൽ അനാം മൗലിദ് ഓതുമ്പോഴും നമ്മൾ പൂർവികരായ ഇബ്രാഹിം നബിയുടെയും മൂസാ നബിയുടെയും ചരിത്രങ്ങളല്ലേ ആ മൗലിദിലും പറയുന്നത്. അതും നിങ്ങൾ പറഞ്ഞുതരണം. വളരെ ന്യായമായ ചോദ്യമാണ് സഹോദരൻ ചോദിച്ചത്. വിശുദ്ധ ഖുർആനിൽ മൂസാ നബിയുടെയും മറ്റു അമ്പിയാക്കളുടെയും എല്ലാം ചരിത്രം പറയുന്നുണ്ട്. അതുപോലെ തന്നെയല്ലേ ഇതിലും ഉള്ളത് എന്നാണ്. അതുപോലെ തന്നെയാണെങ്കിൽ പിന്നെ ഇത് റബീഉൽ അവ്വലിലേക്ക് മാത്രം വരേണ്ട ഒരു ആവശ്യമില്ല. ഒന്ന്. രണ്ട്, മൂസാ നബിയുടെയും മറ്റു അമ്പിയാക്കളുടെയും ഒക്കെ ചരിത്രം ഖുർആൻ പരാമർശിച്ചിട്ടും നമ്മൾ ആരും കഴിഞ്ഞ വ്യാഴാഴ്ച ക്രിസ്മസ് ആഘോഷിച്ചില്ല. ഈസാ നബിയെ പറ്റി എത്രയാണ് ഖുർആനിൽ പറഞ്ഞത്? ധാരാളം ആയത്തുണ്ട്. ഈസാ നബിയെ പറ്റി ധാരാളം ആയത്ത് ഖുർആനിലുണ്ട്. എന്നിട്ടും ക്രിസ്മസ് ആഘോഷിച്ചില്ല. അപ്പൊ ഈ ആയത്തിനൊക്കെ നമുക്ക് അതല്ല മനസ്സിലായെന്ന് അർത്ഥം. നബിയുടെ ചരിത്രങ്ങൾ പറയേണ്ടതാണ്, പറയുന്നതാണ്, നമ്മളൊക്കെ പറയാറുള്ളതുമാണ്, പറയേണ്ടതുമാണ്, അത് പഠിപ്പിക്കേണ്ടതുമാണ്. അതാണ് അൽ മുർസിൽ അടക്കുന്നത് വായിച്ചത്. ശരിയായ ചരിത്രം പഠിപ്പിക്കേണ്ടതുണ്ട്. അത് പുസ്തകമായും ലഘുലേഖയായും ലേഖനമായും സീഡിയായും കാസറ്റായും ഒക്കെ തുറന്നുകൊണ്ടേയിരിക്കണം. എന്നാൽ റബീഉൽ അവ്വൽ മാസം 12 ആകുമ്പോൾ അന്നൊരു പ്രത്യേക സുന്നത്തുണ്ടോ ചോദിച്ചാലോ ഇല്ല. അതാണ് ഒന്ന്. രണ്ട്, മങ്കൂസ് മൗലിദിലും ഷറഫ് അനാമിലും ഈ ശരിയായ ചരിത്രങ്ങളല്ല ഉള്ളത്. കുറച്ചൊക്കെ ഉണ്ടില്ല എന്നല്ല, സ്ഥിരപ്പെട്ടത് കുറച്ചൊക്കെ ഉണ്ട്. ബാക്കി ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ള കിസ്സകളാണ്. കിസ്സകളിൽ മിക്കവാറും അടിസ്ഥാനരഹിതങ്ങളാണ് എന്ന് തന്നെ പറയാം. നിങ്ങൾ ഏത് മൗലിദ് എടുത്തിട്ട് അതിൽ ഓരോന്നിങ്ങനെ വായിച്ചിട്ട് ഉസ്താദ് ചോദിച്ചു, ഉസ്താദ് ഇത് ശരിയാണോ ചോദിച്ചു. മൗലീദിലെ ഉള്ളടക്കം ഒന്ന് അർത്ഥം വെച്ചിട്ട് ഇത് ശരിയാണോ, ഇത് ആരാ പഠിപ്പിച്ച, ചരിത്രമാണെങ്കിൽ ആര് പഠിപ്പിക്കണം? അള്ളാഹുവിന്റെ റസൂലിന്റെ ചരിത്രമാണെങ്കിൽ റസൂല് പറയണം, അല്ലെങ്കിൽ സഹാബിമാരെങ്കിലും നമുക്ക് പറഞ്ഞു തരണം. അതിലില്ലാത്ത കഥകൾ ഉദാഹരണമായിട്ട് മങ്കൂസിലും ഷറഫ് അനാമിലും അതേപോലെ ഒട്ടുമിക്ക മൗലീദിലും പരാമർശിക്കപ്പെട്ടതാണ് നബിപ്രകാശത്തിന്റെ കഥ. നബിപ്രകാശം ലോകത്തെ പടക്കുന്നതിന് മുമ്പ് നബിയുടെ പ്രകാശമുണ്ടാക്കി എന്ന് പറയുന്നു. ആ പ്രകാശത്തിന് അല്ലെങ്കിൽ ആ നബിക്ക് മുഹമ്മദ് എന്ന് പേരിടുകയും ചെയ്തു. ഈ നബിപ്രകാശത്തിന്റെ കഥ നമുക്ക് എവിടുന്ന കിട്ടിയത്? നബി ഞങ്ങൾ പഠിപ്പിച്ചതാണോ? സഹാബിമാർക്ക് അത് പരിചയമുണ്ടോ? ഉത്തമരായ തലമുറകൾ ആരെങ്കിലും ആ കഥയെ പറ്റി പരാമർശിച്ചിട്ടുണ്ടോ? ഇല്ല. അത് കെട്ടുകഥയാണ്. അടിസ്ഥാനമില്ലാത്ത ഒരു കഥ നബി ഞങ്ങൾ പറഞ്ഞിട്ടില്ല. സ്വീകാര്യയോഗ്യമായ ഹദീസ് ഗ്രന്ഥങ്ങളിൽ അതെവിടെയും രേഖപ്പെട്ട് കാണുകയുമില്ല. അതേപോലെ പ്രവാചക ജന്മവുമായി ബന്ധപ്പെട്ടുണ്ടായ കുറെ അത്ഭുത കഥകൾ കാണുന്നു. സ്ഥിരപ്പെട്ട ഹദീസുകളിൽ അതിൽ 95% ദുർബലങ്ങളായി വന്നതാണ്. സ്ഥിരപ്പെട്ട ഹദീസിൽ കാണാൻ കഴിയില്ല. ഒറ്റപ്പെട്ട ചില സംഭവങ്ങളെ പറ്റി മാത്രം, ആമിന കണ്ട ചില സ്വപ്നങ്ങളെപ്പറ്റി, അതേപോലെ അവർക്കുണ്ടായ അത്തരം ചില അനുഭവങ്ങളെ പറ്റിയുള്ള റിപ്പോർട്ടുകളിൽ മാത്രമേ പണ്ഡിത ലോകത്ത് ചിലരെങ്കിലും സഹിയാണ് എന്ന അഭിപ്രായം പറഞ്ഞവരുള്ളൂ. ബാക്കി തലകുത്തി വീണതും അതേപോലെ തീ കെട്ടടങ്ങിയതും അതൊക്കെ യഥാർത്ഥത്തിൽ ഒരു അടിസ്ഥാനമില്ലാത്ത, സഹിയാണെന്ന് പറയാൻ നിവൃത്തിയില്ലാത്ത ദുർബലങ്ങളായ കഥകൾ മാത്രമാണ്. അതേപോലെ പ്രവാചകരെ വിളിച്ചു തേടുന്ന വരികൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. നബിയോട് താങ്കളുടെ അടിമയാണ് ഞാനെന്ന് പറയുന്ന വരി, അത് ചരിത്രമാണോ? അബ്ദുക്കൽ മിസ്കീൻ യർജു ഫദലക്കൽ ജമ്മൽ ഗഫീർ എന്ന ഷറഫ് അല മൗലിദിലെ അസ്തഖ ബൈത്തിലെ 11ാമത്തെ വരി. നബിയുടെ മിസ്കീനായ അടിമയാണ് ഞാൻ എന്നാ പറയുന്നത്. അബ്ദുക്കൽ മിസ്കീനു യർജു, നബിയെ അങ്ങയുടെ മിസ്കീനായ അടിമ ആഗ്രഹിക്കുന്നു ഫദലക, അങ്ങയുടെ ഫദല്. ഹറാമിൻ ഫദൽ റബ്ബീൻ അപ്പുറത്തുണ്ടാവും നമ്മൾ വീട്ടിൽ എഴുതിച്ചത്. ഇതൊന്നും ചരിത്രമല്ല സഹോദര. അതേപോലെ ഓരോന്നെടുത്താലും, ജാഹിദ മുഹമ്മദ് എടുത്താലും, ബർസഞ്ചി മൗലിദ് എടുത്താലും, ബദർ മൗലിദ് എടുത്താലും, ഏത് മൗലിദ് പരിശോധിച്ചാലും അവിടെയൊക്കെ ഒരുപാട് കെട്ടുകഥകൾ. ഉദാഹരണം സിദ്ദീഖ് മൗലിദ്, അതിൽ കഥ പറയുന്നുണ്ട്. ഒരു സ്ത്രീ വന്നിട്ട് നബിയോട് പറഞ്ഞു, നബിയെ എൻ്റെ ഭർത്താവ് നാട്ടിലില്ല, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു, എൻ്റെ വീട്ടുമുറ്റത്തുള്ള ഒരു മരം വീണതായിട്ട്. നബി ഞങ്ങൾ പറഞ്ഞു, നിന്റെ ഭർത്താവിന് ഒരിക്കലും നിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്നതിൻ്റെ അടയാളമാണത്. അപ്പൊ ആ സ്ത്രീ വിഷമിച്ചു കൊണ്ടുപോയി. ആ സ്ത്രീ പിന്നീട് സുദീഖ് ചെന്ന് കണ്ടു, ഈ സ്വപ്നത്തെ പറ്റി പറഞ്ഞു.
നബിനടുത്ത് പോയത് നബി പറഞ്ഞൊന്നും പറഞ്ഞില്ല. അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, നീ വിഷമിക്കണ്ട, നിന്റെ ഭർത്താവ് തിരിച്ചു വരും. അപ്പൊ ഈ സ്ത്രീക്ക് ആ കൺഫ്യൂഷനായി. നബി പറഞ്ഞു വരൂല, അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു വരും. ഇനിയിപ്പോ എന്താ സംഭവിക്കുക? രാത്രിയായപ്പോൾ ആ സ്ത്രീയുടെ ഭർത്താവ് മടങ്ങി വന്നു. അപ്പൊ നബി പറഞ്ഞത് ശരിയായില്ല, സിദ്ദീഖ് പറഞ്ഞത് ശരിയായി. ഇതിനെക്കുറിച്ച് ശേഷം സിദ്ദീഖ് മൗലിദിന്റെ ആള് പറയുന്നതാ, വരൂല എന്ന് തന്നെയാണ് അള്ളാന്റെ വിധിയുള്ളത്. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് വരും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ വാക്ക് കളവാകുന്ന അള്ളാഹ്ക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് ഭർത്താവിനെ പറഞ്ഞയച്ചതാണ്. സിദ്ദീഖ് പറഞ്ഞ നാവിലൂടെ കളവ് വരുന്നത് അള്ള ലജ്ജിച്ചു. കാരണം എന്താ? അദ്ദേഹം ദുനിയാവിലും ആഖിറത്തിലും സിദ്ദീഖാണ്. അപ്പൊ നബിന്റെ നാവിലൂടെ വന്നതോ അത് കളവായി മാറിയല്ലോ. ഈ നിലക്കുള്ള കഥകൾ എവിടുന്ന് കിട്ടിയെന്നറിയാത്ത കുറെ കെട്ടുകഥകൾ. ബദർ മൗലീദിൽ എടുത്തു നോക്കി കാണാം. ഹാജര് ഹജ്ജിന് പോയപ്പോ വീട്ടിൽ ബദരീങ്ങളെ പേരെഴുതി വെച്ചിട്ട് കള്ളന്മാരെ ശല്യം ഇല്ലാതായി. ഹജ്ജിന് പോയപ്പോ വീട് പൂട്ടി കുടുംബസമേതം പോയി. ഇയാൾ പോയ സമയത്ത് കള്ളന്മാര് വന്നു വീട് മോഷ്ടിക്കാൻ വേണ്ടി. ഓടെടുത്ത് അവിടെ മേലെ ഇറങ്ങി, തട്ടിന് മേലെ ഇറങ്ങിയിട്ട് മോഷ്ടിക്കാൻ ശ്രമിക്കുമ്പോഴാണ് താഴെ നിലയിൽ നിന്ന് അടക്കിപ്പിടിച്ച സംസാരങ്ങളും പാത്രങ്ങളുടെ ശബ്ദവും കേൾക്കുന്നു. അപ്പൊ കള്ളന്മാർക്ക് മനസ്സിലായി ഇന്നിപ്പോ ഏതായാലും കക്കാൻ പറ്റൂല, കാരണം ഇവിടെ ആരോ താമസമുണ്ട്. രണ്ടാമത് ദിവസം കള്ളന്മാര് വന്നു, അന്നും ഇങ്ങനെ തന്നെയാണ്. മൂന്നാമതൊരിക്കൽ വന്നു, അപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇനി ഇവിടെ കക്കാൻ കഴിയില്ല. ഹാജര് ഹജ്ജ് ഇനി വന്നപ്പോ ഈ കള്ളന്മാർ നേതാവ് വന്നിട്ട് ഹാജരോട് ചോദിച്ചു, നിങ്ങൾ പോയപ്പോ ആരെയാണ് ഇവിടെ താമസിക്കാൻ ഏൽപ്പിച്ചത്? ശ്രദ്ധിക്കും, നിങ്ങൾ ആരെയാണ് നിങ്ങളെ വീട്ടിൽ ഏൽപ്പിച്ചത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ആരെ ഏൽപ്പിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഇയാളെ കഥകളൊക്കെ പറഞ്ഞു. അപ്പൊ ഹാജര് പറഞ്ഞു, ഞാൻ പോകുമ്പോ ബദരീങ്ങളെ പേരെഴുതിയിട്ട് ഇവിടെ തൂക്കിയിട്ടിരുന്നു. എന്നാ പിന്നെ അതന്നെ ആയിരിക്കുന്ന. അപ്പൊ ഇയാളെ ഹജ്ജിന് അങ്ങോട്ട് പോയപ്പോ അവരൊക്കെ പണം മക്കത്തിൽ ഇങ്ങോട്ട് പോന്നു ഇയാളെ വീട് കാക്കാൻ വേണ്ടി. ഇത് ആര് പറഞ്ഞു എന്നുള്ളത്? കള്ളന്മാരുടെ നേതാവ് പറഞ്ഞു എന്നുള്ളത്. കള്ളന്മാരുടെ നേതാവ് പറഞ്ഞു എന്ന് പറഞ്ഞ കഥ. ഇങ്ങനത്തെ കുറെ കഥകളാണ് ഇതിലുള്ളത്. അതൊന്നും അടിസ്ഥാനമുള്ളതല്ല. എത്രയെത്ര കഥകൾ. പ്രവാചകൻ മിഅ്റാജ് യാത്ര പോയപ്പോ സ്വർഗത്തുനിന്ന് ഒരു ആപ്പിൾ കിട്ടീന. ആ ആപ്പിൾ തിന്നിട്ടാണ് തിരിച്ചു വന്ന് ഖദീജയുമായി ബന്ധത്തിലേർപ്പെട്ട് അവർക്ക് ഗർഭമുണ്ടായി. അതിൽ ജനിച്ച കുട്ടിയാണ് ഫാത്തിമ. യഥാർത്ഥത്തില് അള്ളാന്റെ റസൂല് ഫാത്തിമ ഉണ്ടായി, ഖദീജയെ വിവാഹം കഴിച്ച് ഫാത്തിമ ജനിച്ച് കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാണ് മിഅ്റാജ് പോണത് തന്നെ. കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാണ് മിഅ്റാജ് യാത്ര. എന്നിട്ടാ പറഞ്ഞത് അന്നൊരു ആപ്പിൾ കിട്ടി, അത് കഴിച്ചു. എന്നിട്ട് ആ സ്മെല്ല് ഖദീജയുടെ ഫാത്തിമയിലേക്ക് വന്നു. എന്നിട്ട് നബിക്ക് സ്വർഗത്തിനെ പറ്റിയൊരു ആവേശം താല്പര്യം ഉണ്ടാകുമ്പോൾ ഫാത്തിമയെ പോയി ചുംബിക്കാറുണ്ടായിരുന്നു. ഈ മണത്തിന് വേണ്ടി ഫാത്തിമ മൗലൂദിലുണ്ട്. അലിയും മുഹമ്മദ് നബിയും രണ്ട് പ്രകാശമായിരുന്നുവെന്ന് ഫാത്തിമ മൗലൂദിലുണ്ട്. ആ പ്രകാശമാണ് ഹസൻ വന്നത് കണ്ടിട്ട്. അത് മമ്പുറ തങ്ങളെ പറ്റി മൗലൂദിലുണ്ട്. മമ്പുറ തങ്ങള് പൂക്കോയ തങ്ങളെ പറ്റി പറഞ്ഞപ്പോ ഇതേപോലെ ഗർഭമുണ്ടായപ്പോൾ സുഗന്ധം വന്നു, പിന്നെ പ്രസവിച്ചപ്പോ ആ കുട്ടിക്ക് സുഗന്ധം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് പൂക്കോയാണ് പേരിട്ടത് എന്നും കാണാൻ പറ്റും. മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്, അറബിയിൽ എഴുതിയിട്ടുണ്ട്. പൂക്കോയ എന്ന് പേരിടാൻ കാരണം ആ സ്മെല്ല് കൊണ്ടാണ്. അപ്പൊ അതൊക്കെ ആരോ പറഞ്ഞു പ്രചരിപ്പിച്ച കുറെ കെട്ടുകഥകൾ എന്നല്ലാതെ വേറൊന്നുമില്ല. ശരി, നമുക്ക് കെട്ടുകഥകൾ ഒഴിവാക്കിട്ട് ശരിയായത് പറയാൻ ശരിയാവൂലേ? ഉള്ളി തൊലി പൊളിച്ച പോലെ ആവുന്നുള്ളൂ. എന്നാലും ശരിയാകൂലേ? ശരിയാവും, ഒരു കുഴപ്പമില്ല. നമ്മളൊക്കെ ഈ പറഞ്ഞ കഥയാണല്ലോ. അതന്നെ നമുക്ക് ഈ പറയുന്ന ചരിത്രങ്ങളൊക്കെ ശരിയായതാണ്. കാരണം ഖുർആൻ ഓതുമ്പോ ശരിയാണെങ്കിൽ അതും ഓതുമ്പോ ശരിയാവൂലേ? ഏത് മങ്കൂസോ? മങ്കൂസ് നമ്മള് സ്വഹീഹായ ഹദീസ് എടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് രൂപത്തിലൊരു കാവ്യം ഉണ്ടായി കഴിഞ്ഞാൽ അത് പാടിക്കഴിഞ്ഞാൽ സ്വഹീഹാകൂലേ? അപ്പൊ അതന്നെയാണ് മൗലീദ്. അതെങ്ങനെ ഈ പറഞ്ഞോക്കെ മദ്ഹ് പറയുന്നല്ലേ മൗലൂദ്? അപ്പൊ ഈ പറഞ്ഞോക്കെ ഏത് ഞാൻ പറഞ്ഞോക്കെ ഉണ്ടോ? നിങ്ങൾ പറയല്ല, നിങ്ങൾ പറയാ നിങ്ങൾ പറയാം ബദരീങ്ങളെ പേര് വെച്ചു അവിടെ അങ്ങനെയൊക്കെ പറയുന്നത് അതിലുള്ളതാണ്. ബദർ മൗലൂദിൽ പറഞ്ഞ ആ സംശയം ചോദിക്കണം. ഈ സംശയമാണ് ഞാൻ ചോദിക്കുന്നത്. യഥാർത്ഥ ഹദീസിന്റെ സ്വഹീഹായ ഹദീസ് എടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദ്ഹ്
അറബിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പാടുന്ന മൗലിദ് എന്ന് പറയാം, അത് പറ്റുമോ എന്റെ ചോദ്യം. അത് പാടേണ്ടതാണ്. വേറെ മൗലിദ് താപത്തെ കഥയല്ല ഇപ്പൊ നമ്മൾ പറയുന്നത്. അതേപോലെ അത് പാടേണ്ടതാണ്, നമ്മളെല്ലാരും പാടണം. അപ്പൊ അതന്നെയാണ് മൗലിദ്. നമ്മളെല്ലാരും പാടണം. അഥവാ റബീഉൽ അവ്വൽ മാസം മാത്രമല്ല സുന്നികളെ മൗലിദ് ഓതുന്നത്. അധിക ദിവസം വീട്, എന്റെ വീട്ടിൽ തന്നെ അധിക ദിവസം വീട്ടിൽ പോയ മൗലിദ് ഓതലുണ്ട്. അപ്പൊ പറഞ്ഞല്ലോ റബീഉൽ അവ്വൽ മാസം മാത്രമാണ് മൗലിദ്, അത് വ്യാജാണത്. എന്റെ വീട്ടിൽ പോയ 4 മൗലിദ് എല്ലാ ദിവസവും ഓതലുണ്ട്. ഈ പള്ളിക്ക് ഇപ്പൊ തുടങ്ങിയത് കഴിഞ്ഞ മാസം ഈ റബീഉൽ അവ്വൽ മാസം തുടങ്ങിയത് അത് ഓരോ നാട്ടിലെ ആചാരങ്ങളാണ്, അത് നമ്മൾ ചോദ്യം ചെയ്യണം. അത് യഥാർത്ഥ വിശ്വാസമാണ്, അതാണ് വേണ്ടത്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റണമെന്ന്. ഇപ്പോ നിങ്ങൾ അറബിയിൽ മലയാളത്തിലല്ലോ നിങ്ങൾ കുത്തുബ ഓതുന്നത്, അറബിയിൽ നിങ്ങൾ കുത്തുബ ഓതുന്നുണ്ടോ? നിങ്ങൾ പറഞ്ഞു നബി സല്ലല്ലാഹു എന്താ പോകട്ടെ ഇത് പറയട്ടെ, നിങ്ങൾ സ്മരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. ആരും സ്മരിക്കാൻ പറ്റൂലേ? നേരത്തെ പ്രസംഗത്തെ പറഞ്ഞല്ലോ സ്മരിക്കാൻ പറ്റില്ലാണോ? ഒരിക്കലും പറയില്ല. നിങ്ങൾ പറഞ്ഞത് അടിയിൽ പറഞ്ഞാണ്, ഞാൻ പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയാൻ തന്നെ പാടില്ല. നിങ്ങളിത് പറയും ഇത്തിബാനെ പറ്റി നിങ്ങൾ പറയും. അപ്പൊ നബിയെ സ്മരിക്കാത്തൊരു സെക്കൻഡ് ഉണ്ടാകാൻ പാടില്ല. ഒരു സെക്കൻഡ് നബിയെ സ്മരിക്കാത്തൊരു സെക്കൻഡ് ഒരു വിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ല. രാവിലെ എണീക്കുമ്പോ അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. എന്തിനാ ചൊല്ലുന്നറിയോ? നമ്മുടെ നേതാവ് ഹബീബായ നബി 114 കാലം മുമ്പ് രാവിലെ എണീറ്റപ്പോ ഇങ്ങനെ എണീറ്റത്. അവിടെ തുടങ്ങുന്നു നമ്മുടെ സ്മരണ. എന്റെ ഹബീബ് 1400 കൊല്ലം മുമ്പ് ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോ ഇത് പറഞ്ഞിട്ടാണ് എണീറ്റത്. ആ ഹബീബിനെ സ്നേഹിക്കുന്ന ഞാൻ അങ്ങനെയാണ് എണീക്കുന്നത്. അതാണ് സ്മരണ, അതാണ് ഇത്തിബാൾ. ഏത് വിഷയത്തിലും കഴിവിന്റെ പരമാവധി നബിയെ പിൻപറ്റാൻ നമ്മൾ ശ്രമിക്കേണ്ടത്, എല്ലാത്തിനും. പക്ഷെ സ്വഹാബികളെ പിൻപറ്റിയ പോലെ 100% നമുക്ക് സാധിക്കുന്നില്ല എന്ന് മാത്രം. അപ്പൊ ഏതായിരുന്നാലും സ്വഹീഹായ ഹദീസ് മാത്രം എടുത്ത് നബിയുടെ ചരിത്രം പറയുകയാണെങ്കിൽ അതാണ് പറയേണ്ടത്. അതാ അൽ മുർഷിദ് ഞാൻ വായിച്ചത്. ശരിയായ ചരിത്രം പഠിപ്പിക്കണം. അത് പഠിപ്പിക്കാനാണ് ഈ മുഖാമുഖം, അത് പഠിപ്പിക്കാനാണ് ഈ മുഖാമുഖം. അത് ചെയ്യേണ്ടതാണ്. ഞങ്ങൾ 2 കഴിഞ്ഞു, ഇൻഷാല്ലാ ഇനിയും വരും. 3 കഴിഞ്ഞു, ഇതോടുകൂടി 3-ാമത്താണത്. ഇനിയിപ്പോ 5-ാം തീയതി മമ്പാടുണ്ട് മുഖാമുഖം, ഇൻഷാല്ലാ 5-ാം തീയതി മമ്പാട് മുഖാമുഖം വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഈ ചരിത്രം പഠിപ്പിക്കാൻ തന്നെയാണ്. നമ്മൾ സ്വഹിയായത് മാത്രം എടുത്തിട്ട് മങ്കൂസ് മൗലിദ് ഓതാൻ പറ്റുമോ? അത് പറ്റൂല. കാരണം സ്വഹിയായത് മാത്രം എടുത്താലേ മങ്കൂസ് മൗലിദ് ഉണ്ടാവില്ല. സ്വഹിയായത് മാത്രം എടുത്താൽ മങ്കൂസ് മൗലിദ് ഇല്ല. മങ്കൂസ് മൗലിദിൽ സ്ഥിരപ്പെട്ട ഒരു കഥ ആകുള്ളത് എന്താ? വൽവഹ്ശു വല്ലസ്ജാറു ഖദ് സജദത് ലഹു വഅലൈഹി ഖദ് സല്ലംന ബഅദ തശഹുദി. അത് സ്ഥിരപ്പെട്ടതാണ്. അതേപോലെ വമിനൽ യസീരി സഖാവ അത്അമ ജൈസഹു ഹത്ത ഇക്തഫവ യസീറുഹു ലം യൻഫലി. അത് സ്ഥിരപ്പെട്ടതാണ്. കുറഞ്ഞ ഭക്ഷണം വർദ്ധിപ്പിച്ചു, ഒരുപാട് ആൾ കഴിച്ചു, എന്നിട്ടും ആ ഭക്ഷണത്തിന് കുറവൊന്നും വന്നിട്ടില്ല. അത് സ്ഥിരപ്പെട്ടതാണ്. നബിക്ക് കല്ലുകളും മരങ്ങളും സലാം ചൊല്ലി സ്ഥിരപ്പെട്ട സംഭവമായി നാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്. അത് നമുക്ക് പറയാം. അത് മാത്രം എടുത്തിട്ട് ബാക്കിയൊക്കെ ഒഴിവാക്കിയ പിന്നെ എടുക്കാൻ വല്ലാണ്ട് ഈ 2-3 വരെ ആകെ എടുക്കാണ്ട. അപ്പൊ മങ്കൂസ് മൗലിദ് ആകൂല. അപ്പൊ മങ്കൂസ് ആവുകയില്ല. അപ്പൊ മങ്കൂസ് മൗലിദ് എന്ന ഏർപ്പാട് അതിലെന്തുണ്ട്? ഒരുപാട് കെട്ടുകഥ ഉണ്ട്, കള്ളക്കഥ ഉണ്ട്. സ്ഥിരപ്പെട്ടത് ആകെ 2, 3, 4, 5 വരി ഉണ്ടാവും. അതിനപ്പുറത്ത് വേറൊന്നുമില്ല. സർവ്വം എടുത്താലും അങ്ങനെ തന്നെയാണ്. അതങ്ങനെ നേരത്തെ പറഞ്ഞ പ്രകാശത്തിന്റെ കഥ തുടങ്ങുന്നത് കൊണ്ടാണല്ലോ, തുടങ്ങുന്നത് അവിടെയാണല്ലോ. സർവ്വനാമലും ആരംഭിക്കുന്നതാണ്. അതുകൊണ്ട് സുബ്ഹാനല്ലാഹി ഫീ ശൈഇ റബീഉൽ അവ്വലി ഖബല നബിയിൽ ഹുദാ വവജദ നൂറഹു ഖബല ഖൽഖിൽ ആലമി ഫസമ്മാഹു മുഹമ്മദ എന്ന് പറഞ്ഞിട്ടാണല്ലോ തുടക്കം. അവിടെ തന്നെ പുള്ളാണ്, തുടക്കം തന്നെ പുള്ളാണ്. നബിയുടെ പ്രകാശം ലോകത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പുണ്ടാക്കി എന്ന പൊള്ള് പറഞ്ഞിട്ട് ആരംഭിക്കുന്നു. അത് ശരിയല്ല. ആദം നബിയെ സൃഷ്ടിക്കുന്നതിന്റെ 2000 കൊല്ലം മുമ്പ് വരച്ചുവെന്ന് മങ്കൂസ് മൗലിദ് പറയുന്നു. ഖബല ഖൽഖിൽ ബിഅൽഫി ആമിൻ ഖബല അൻ യഖ്ലുഖ ആദം എന്നാണ്. ആദം നബിയെ സൃഷ്ടിക്കുന്നതിന് 2000 കൊല്ലം മുമ്പ്. എന്നാൽ മറ്റു ചില മൗലിദിലേക്ക് ജായ മുഹമ്മദ് മൗലിദിലേക്ക് എത്തുമ്പോൾ 70,000 കൊല്ലം മുമ്പ് എന്നാണ്. എന്നാൽ മഹമൂദ് മാലിയിലേക്ക് എത്തുമ്പോഴോ നല്ലേ നബി ആദം തമ്മെ പടക്കും മുൻ 100,000 ആണ്ട് മുമ്പേ പടച്ചോവർ. ആദം നബിയെ സൃഷ്ടിക്കുന്നതിന്റെ 100,000 കൊല്ലം മുമ്പ്, 1,00,000 കൊല്ലം മുമ്പ് നബിയെ പടച്ചു എന്നാണ്. ഇനി നമ്മൾ കുറച്ചുകൂടെ അപ്പുറത്തേക്ക് പോയാലോ? ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ മുഹമ്മദ് നബിയും അലിയും 2 പ്രകാശങ്ങളായിട്ട് അന്നേ ഉണ്ടായിരുന്നു. ആ പ്രകാശങ്ങൾ വന്ന് ഹസൻ ഹുസൈനൂടെ ഇങ്ങോട്ട് വന്നു എന്നാണ് ഫാത്തിമ മൗലിദിൽ. ഇനി മൊയ്തീൻ ശൈഖിനെ പറ്റിലേക്ക് എത്തുമ്പോഴോ മൊയ്തീൻ ശൈഖ് അവിടേക്കുള്ളത്. അപ്പൊ നമ്മളിത് ഉള്ളടക്കം മനസ്സിലാക്കിയാൽ മതി.
നമ്മൾ വിചാരിക്കുന്നതൊക്കെ ശരിയാണ്. മുഹീദ്ദീൻ ശൈഖാണ് നൂഹ് നബിയുടെ കപ്പലിന്റെ മേലെ കയറിയിട്ട് ആ കപ്പൽ രക്ഷപ്പെട്ടിരുന്ന് മലയാളത്തിൽ പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കോ? എന്നാണ് അറബി പറയുന്നുണ്ട്. അതേപോലെ ഇബ്രാഹിം നബിയെ തീയിലേക്കിട്ടപ്പോ അവിടെ കൂടണ്ടായിട്ട് അവിടെ രക്ഷപ്പെടുത്തിയത് ഈ മുഹീദ്ദീൻ ശൈഖിന്റെ ഇടപെടൽ കൊണ്ടാണ് എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ ആരാ സമ്മതിക്കുക എന്ന് അറബി പറയുന്നുണ്ട്. വകുന്തു മഅ ഇബ്രാഹീമ മുൽകൻ ബിനാരിഹി വമാ ബറദൻ നീറാനു ഇല്ലാ ബിദഅവതി. ഇബ്രാഹിം നബിയുടെ കൂടെ തീയിൽ അഭിമുഖമായിട്ട് ഞാൻ ഉണ്ടായിരുന്നു. എന്റെ പ്രാർത്ഥന കൊണ്ടല്ലാതെ ആ തീ തണുത്തു പോയിട്ടില്ല. وكنت مع إسماعيل في الذبح شاهدا وليس نزول الكبش إلا بفتوتي وكنت مع يعقوب في غسل عينه وما برئت عيناه إلا بتفلتي وكنت مع موسى في مناجاة ربه وموسى عصاه من عصاي استمدت. യാക്കൂബ് നബിയുടെ കണ്ണിന് കാഴ്ച പോയപ്പോൾ ഞാനുണ്ടായിരുന്നു കൂടെ. എന്റെ തുപ്പുനീര് പുരട്ടിട്ടാ ആ കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടിയത്. മൂസാ നബി അള്ളാഹുമായി സംസാരിക്കാൻ പോയപ്പോൾ ഞാനുണ്ട് കൂടെ. മൂസാ നബിയുടെ കയ്യിലെ വടി എന്റെ വടിയിൽ നിന്ന് അദ്ദേഹം എടുത്തതായിരുന്നു. ഈസാ നബി തൊട്ടിലിരിക്കുന്ന സംസാരിക്കുമ്പോൾ ഞാൻ അവിടെ കൂടെ ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞത്. ഇസ്മായിൽ നബി അറുക്കാൻ കൊണ്ടുപോയപ്പോ അവിടെയുണ്ട്. എന്റെ ഫത്വ കൊണ്ടാണ് ഒരു ആടിനെ ഇറക്കി കൊടുത്തത്. അവസാനം മുഹമ്മദ് നബിന്റെ കൂടെയും ഉണ്ട് എന്നാണ്. അല്ലാഹു റസൂൽ മിഅ്റാജ് പോയി ജിബ്രീലിന്റെ കൂടെ ബുറാഖിൽ യാത്ര പോയി. നമ്മുടെ മൗലിദ് കിതാബിൽ കാണാം അൽ ഖസിയത്തുൽ ബിലൻകുത്തിയ എന്നൊരു ഭാഗം. ബിലൻകുത്തിയ എന്ന് പറഞ്ഞാൽ വെളിയങ്കോടൻ എന്നർത്ഥം. അൽ ഖസിയത്തുൽ ബിലൻകുത്തിയ വെളിയങ്കോടൻ പാട്ട്, വെളിയങ്കോട്ടും ഉമർക്കാദിലാക്കിയ പാട്ട് എന്നാ പറയണത്. ആ ഖസിയത്തുൽ ബിലൻകുത്തിയയിൽ മൗലിദ് കിതാബിൽ പറയാണ് അത്താലി ബഹരിൻ ഒരു ജിബ്രീലുൻ വഖഫ് ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ബഹറിനുള്ളെത്തിയപ്പോൾ ജിബ്രീൽ പറഞ്ഞു, ഈ നിങ്ങൾ പോയിക്കോളി, എനിക്ക് പോരാൻ അധികാരമില്ല. ഈ നിങ്ങൾ പോവുക, എനിക്കങ്ങോട്ട് അധികാരമില്ല, താങ്കൾ പേടിക്കണ്ട, അള്ളാഹുമായി സംസാരിക്കാൻ പോവുകയാണ്. അങ്ങനെ ജിബ്രീൽ പോന്നു. നബി ഒറ്റയ്ക്ക് പോയില്ല. അപ്പൊ നബിക്ക് പരിചയമില്ലാത്ത റൂട്ടാണ്, ജീവിതത്തിൽ ആദ്യമായി പോവുകയാണ്, ഏഴാകാശങ്ങൾക്ക് അപ്പുറത്താണ്. അങ്ങനെ പോയി സിദ്റത്തുൽ മുൻതഹ എന്ന സ്ഥലത്തേക്ക് എത്തിയപ്പോ നബിക്ക് ചവിട്ടൊന്ന് തെറ്റീല, നേരെ താഴത്തേക്ക് വീണു എന്നാണ് ഈ പറയണത്. എന്താ ചെയ്യും, ജിബ്രീൽ പോയി പിടിക്കാനാവില്ല. അപ്പോഴാ ഒരാള് വന്ന് ഷോൾഡർ കാണിച്ചു കൊടുത്തു. ഒരു വിലൻ ചവിട്ടി കയറി രക്ഷപ്പെട്ടെന്ന് ശ്വാസം വിട്ട് നോക്കുമ്പോ മൊയ്തീൻ ശൈഖാണ്. സിദ്റത്തുൽ മുൻതഹ എന്ന സ്ഥലത്തിന്ന് സിനഹർ നബിയോർക്ക് ഈർമാനമായോവർ അവരെ ചുമന്നെന്ന് കാബ കൗസൈനിയിൽ എത്തിച്ച് ബർക്കത്തും വാങ്ങി തേളിന്തോവർ. സിദ്റത്തുൽ മുൻതഹിന്ന് നബിയെ താങ്ങി നബിക്ക് വാഹനമായി മാറി അങ്ങനെ കൊണ്ടുപോയി അള്ളാഹുമായി സംസാരിക്കാനുള്ള സ്പോട്ട് കൊണ്ടുപോയി നിർത്തിക്കൊടുത്ത് ബർക്കത്തും വാങ്ങി പോന്നതാണ്. അവിടെ കൊണ്ടുപോയി നിർത്തി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വർത്തമാനം പറഞ്ഞോട് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ബർക്കത്തും വാങ്ങിപ്പോന്നു. എന്താ ബർക്കത്ത്? അന്ന് നബി കൊടുത്ത ബർക്കത്താണത്രേ, എന്റെ കാല് നിന്റെ ചുമതിൽ തട്ടിയത് കൊണ്ട് നിന്റെ കാല് എല്ലാ ഔലിയാക്കന്മാരുടെയും ചുമതിലായിരിക്കും. അള്ളാന്റെ കൽപ്പനപ്രകാരം ശൈഖേ നിങ്ങൾ പ്രഖ്യാപിച്ചുവല്ലോ, എന്റെ കാല് എല്ലാവരുടെയും ചുമതിലാണ്. ഈ വക കള്ളക്കഥകൾ ഇതൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. അമ്പിയാക്കന്മാരെ പേരിൽ, ബദരീങ്ങളുടെ പേരിൽ, മഹാന്മാരെ പേരിൽ, ശൈഖന്മാരെ പേരിൽ എല്ലാം ധാരാളം കെട്ടുകഥകളും കള്ളക്കഥകളും അടിസ്ഥാനമില്ലാത്ത സൂഫി കഥകളും ഷിയാ കഥകളും ഒക്കെ എമ്പാടും കുത്തി നിറച്ചിട്ടുണ്ട്. അവിടെ സുഹൃത്ത് ചെയ്യേണ്ടത് സ്വഹിയായത് മാത്രം എടുത്ത് ചെല്ലാൻ ഒന്ന് ശ്രമിച്ചു നോക്കുക. ഉസ്താദന്മാരുടെ ഇതിൽ സ്വഹിയായത് മാത്രം ഞാനത് മാത്രം ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് ഇറങ്ങിയാൽ ഇൻഷാള്ള 4 ദിവസം കൊണ്ട് ഒരു മുജാഹിദാകും. ഞാനങ്ങനെ ഇറങ്ങിയവനാണ്. കാരണം നേരത്തെ പറഞ്ഞില്ല സദഫനാമ് അബ്ദുൽ മിസ്കിൻ എന്നുള്ള വരി കണ്ടിട്ട് ബേജാറായതാ ഞാൻ. നബി നിങ്ങളെ അടിമയാണെന്ന് അത് കുറച്ച് അധികമായി പോയല്ലോ. അതും പിടിച്ച് ഞാൻ ഇറങ്ങി. എന്റെ നാട്ടില് സാധാരണ മനുഷ്യന്മാരെക്കാളേറെ മൂല്യന്മാരുടെ നാടാണ്. അങ്ങനെ പലരെടുത്ത് ചെന്ന് എന്റെ വാപ്പയും പൈസയാണ്. പട്ടിക്കാട് ജാമീൻ ആദ്യത്തെ ബാച്ചിൽ പൈസയാണ് എന്റെ വാപ്പ, ഫസ്റ്റ് ബാച്ചിൽ.
അങ്ങനെ പല മുസ്ലിയാക്കന്മാരെയും ചെന്ന് കണ്ടു. അല്ല ഉസ്താദേ, ഇതിനെന്തെങ്കിലും നബിന്റെ അടിമ എന്ന് പറയുന്നുണ്ടല്ലോ, അത് എന്താ ഇപ്പൊ ചെയ്യാ? ഓരൊക്കെ അന്നൊക്കെ ഇപ്പൊ നബിന്റെ കാലത്ത് അടിമകളൊക്കെ ഇല്ലേ, സഹാബികൾക്ക് അടിമല്ലായിരുന്നോ എന്നൊക്കെ ന്യായം പറഞ്ഞില്ല. അത് പക്ഷെ ആ അടിമ അല്ലല്ലോ ഈ അടിമ എന്ന് ഉറപ്പാണല്ലോ. ഒരു ഉത്തരം കിട്ടുന്നില്ല. ഞാൻ നേരത്തെ ഉമർ അവതരിപ്പിച്ച ആലോചിക്കുന്നത്. അവസാനം എനിക്ക് തോന്നി ഇത് ഏതായാലും കുറച്ചൊരു ഓവർ തന്നെയാണ്. പക്ഷെ അന്ന് ഞാൻ സുഞ്ഞാട്ടെ, അതിന് പോന്നിട്ടൊന്നുമില്ല. ഞാൻ തീരുമാനിച്ചു ഈ വരി ഏതായാലും വേണ്ട, ഇത് കുറച്ച് അപകടം. പക്ഷെ എന്താ ചെയ്യാൻ, വരി ഒഴിവാക്കാൻ പറ്റില്ലല്ലോ, അപ്പൊ ശരിയാക്കാൻ പറ്റുമോന്നായി. പിന്നെ മൗലിദിന് പോകുമ്പോൾ ഞാൻ ആ വരി മിണ്ടൂല, അവിടെ എത്തുമ്പോൾ സൈലന്റ് ആവും, അടുത്ത വരി ഒപ്പം കൂടി കൊടുക്കും. അങ്ങനെ കുറച്ചു കാലൊക്കെ മൗലിദിന് പോയി. അപ്പൊ പിന്നെ ഒരു മനസ്സിൽ ഇടങ്ങാറ്, എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു വരി എങ്ങനെ പെട്ടു, എന്നാൽ ഇപ്പൊ ഇങ്ങനത്തെ വേറെ വല്ലതും ഉണ്ടാവുമോ അത് നോക്കണല്ലോ. പിന്നെ ഈ സുഹൃത്ത് പറഞ്ഞപ്പോൾ ഞാൻ രാത്രി വീട്ടിൽ എനിക്കുള്ള പണി ചെയ്തു, തലക്കത് ഇങ്ങനെ തപ്പുക, കള്ളക്കതൊന്നും മടക്കട് ഒഴിവാക്കുക എന്ന് വെച്ചാൽ ഇങ്ങനെ ഒഴിവാക്കി പോന്നപ്പോൾ അവസാനം തോന്നി സമസ്ത ഒഴിവാക്കുകയല്ലത്, കാരണം ഒഴിവാക്കാനേ ഉള്ളൂ, എടുക്കാൻ വല്ലാതൊന്നുമില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ആ സുഹൃത്തും ചെയ്യേണ്ടത് അതാണ്. ആത്മാർത്ഥമായി തലക്കെന്നൊന്ന് അർത്ഥം വെച്ച് കംപ്ലീറ്റ് ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാം. ഫസ്റ്റ് മൗലിക കിതാബ് മറിച്ചാൽ സലാം ബൈത്ത് കാണും. ആ സലാം ബൈത്ത് മുതൽ ഓരോന്നും ഇങ്ങനെ എടുത്തിട്ട് കംപ്ലീറ്റ് മലയാളത്തിലൊന്നും ഇങ്ങനെ അർത്ഥം ഇങ്ങനെ വെച്ചിട്ട് ഒന്നിങ്ങനെ വായിച്ചു പോയി നോക്കുക. അപ്പം ഇങ്ങനെ ടിക്ക് ചെയ്യുക, ആ ഇത് ശരിയല്ല, അത് വേണ്ട, മറ്റത് അത് ശരിയല്ല, ഇത് കള്ളക്കഥയാണ്, അത് ദുർബലാണ്, ഇതില്ലാത്തതാണ്, ഇങ്ങനെ ഒഴിവാക്കിയാൽ ഇനിയിപ്പോൾ തരക്കാൻ നമ്മൾ ഇപ്പൊ തിരക്കായില്ല, ഞാൻ പോയിക്കോട്ടെ കഴിയും. അപ്പൊ യഥാർത്ഥത്തിൽ ഇതാണ് ഈ മൗലിദുകളുടെ ഉള്ളടക്കം. ഇത് ആരുണ്ടാക്കിയെന്നറിയില്ല, എവിടെ ഉണ്ടായിന്നറിയില്ല, ഇതിന് രചയിതാക്കൾ ആരാന്ന് പരിചയമില്ല, ആരെക്കുറിച്ചും പരാമർശമില്ല. മങ്കൂസ് മൗലിദ് സൈനുൽ മഖ്ദൂം ഉണ്ടാക്കി എന്ന് പറയപ്പെടുന്നു എന്നാണ് പരിഭാഷ പോലുള്ളത്. സൈനുൽ മഖ്ദൂം ഉണ്ടാക്കി എന്ന് പറയപ്പെടുന്നു, അതിപ്പോൾ ആർക്കും ആരെപ്പറ്റിയും പറഞ്ഞുകൂടെ. സൈനുൽ മഖ്ദൂമിന്റെ ജീവചരിത്രം പറയുന്നിടത്ത് അദ്ദേഹം എഴുതിയ ഗ്രന്ഥങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്, അവിടെ എവിടെയും മങ്കൂസ് മൗലിദിനെ പറ്റി പറഞ്ഞിട്ടില്ല. അപ്പൊ ഇങ്ങനെ ആരുണ്ടാക്കിയെന്നറിയാത്ത, എവിടുന്ന് കിട്ടിയെന്നറിയാത്ത, ഊരുമ്പെരും അറിയാത്ത കുറെ കെട്ടുകഥകളുടെ സമാഹാരം, അള്ളാഹു റസൂലിന്റെ പേരും പറഞ്ഞ് സ്നേഹാണ് മദ്ഹാന്നൊക്കെ വിചാരിച്ച് നമ്മൾ സാധാരണക്കാർ സാധുക്കള് ഇത് കൊണ്ടുവന്ന് കൂലിട്ടും വിചാരിച്ച് പൈസയും മുടക്കി ഇതിന് ഭക്ഷണം ചെലവാക്കി അവസാനം അള്ളാഹിന്റെ മുമ്പിലെത്തുമ്പോൾ ഇതൊക്കെ നഷ്ടപ്പെട്ടതാണെങ്കിൽ എന്തിനാ എന്റെ റസൂലിന്റെ പേര് പുള്ളെന്ന് അള്ളാഹ് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? എന്റെ ഹബീബിന്റെ പേര് നീ എന്തിന് കളവ് പറഞ്ഞു എന്ന് റബ്ബ് ചോദിച്ചാൽ ആ റബ്ബിനോട് നമുക്ക് എന്ത് പറയാൻ പറ്റും? അതുകൊണ്ടാണ് ഒരു ആത്മാർത്ഥമായ അന്വേഷണത്തിന് എല്ലാ വാശിയും മാറ്റി വെച്ചിട്ട് ആത്മാർത്ഥമായ ഒരു അന്വേഷണത്തിന് ചോദ്യകർത്താവും ശബ്ദം ശ്രമിക്കുന്ന എല്ലാവരും തയ്യാറാകണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്.